മനുഷ്യരായി നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും മുന്നിൽ നല്ല ആത്മവിശ്വാസത്തോടെ തലയുയർത്തി നിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, അതായത് സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ, ഓഫീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു അവിടെയെല്ലാം നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ചുറുചുറുക്കോടെ ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ സമയത്തും നമുക്കത് സാധ്യമായെന്ന് വരില്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് ജീവിതത്തിൽ വ്യക്തിത്വ വികസനത്തിനും വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷനും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേട്ടു നോക്കാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ പറ്റുക എന്നുള്ളത്. എന്നോർത്തുകൊണ്ട് നമ്മൾ ഒന്നിനും ഇറങ്ങിത്തിരിക്കാതിരുന്നാൽ നമുക്കൊരിക്കലും മുന്നേറാൻ പറ്റുകയില്ല. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ പറ്റും എന്നുള്ള ഭയം ഒഴിവാക്കുക. ചില മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് പണമില്ല, സൗന്ദര്യമില്ല, ഇങ്ങനെയുള്ള സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയും. അതിന് പകരം മറിച്ച് ചിന്തിച്ച് നോക്കിയേ, ഞാൻ എവിടെ ചെന്നാലും വിജയിക്കും, എന്നെക്കൊണ്ട് എല്ലാത്തിനും പറ്റും, എനിക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക, നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ആത്മവിശ്വാസം പോകും. അതേസമയം നമുക്ക് ഉള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കെല്ലാം നന്മയാണെന്ന് കരുതിയാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം, നമ്മൾ പ്രാർത്ഥന, മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഡ്രസ്സിങ്, നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കുക. ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സാണ് നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം തീരെ കാണത്തില്ല. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ആത്മവിശ്വാസം കൂടും. അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി നമ്മൾ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നാണം കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ മുഖത്ത് നോക്കാതെ സംസാരിക്കരുത്. നമ്മൾ നിവർന്ന് നിന്ന് മുഖത്ത് നോക്കി വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ, ആരെയും പേടിക്കേണ്ട, നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നമുക്ക് നേരെ അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു കഴിവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിനുള്ള ശക്തിയും അതിനുള്ള വഴിയും തെളിച്ചു തരാൻ നമ്മൾ ദൈവത്തോട് പറയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്വയം എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു കഴിവും ശക്തിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ സ്വയം നേരിടുക. അതുപോലെ തന്നെ അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. നമ്മൾ ഒരു പ്രശ്നം വരുമ്പം അത് നേരിടുന്നതിന് മുൻപുള്ള ആ ഒരു ആത്മവിശ്വാസവും അത് നേരിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ആത്മവിശ്വാസവും നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നേരിട്ട് കഴിഞ്ഞിട്ടുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെക്കുറിച്ചൊരു പോസിറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബുക്ക് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതെല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞാൽ അത് നമ്മളൊരു ബുക്ക് എടുത്ത് അതിലൊന്ന് എഴുതി വെക്കുക. സാധാരണയായിട്ട് നമ്മൾ എത്ര നന്മ ചെയ്താലും എത്ര നല്ലത് ചെയ്താലും ആരും നല്ലത് പറയാറില്ല. എങ്കിലും ഒരാളെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് നമുക്കൊന്ന് എഴുതി വെക്കാമല്ലോ. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ സമയം കിട്ടുമ്പോഴോ ഒക്കെ നമുക്കൊന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം കൂടും. ഇനി നമ്മുടെ ആത്മവിശ്വാസം കൂടാനുള്ള ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ കഴിവുകൾ. അപ്പം എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഒരേ രീതിയിലുള്ള കഴിവുകളായിരിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ കഴിവ് എന്താണോ അത് കണ്ടുപിടിച്ച് അത് ഫോക്കസ് ചെയ്തിട്ട് അതിനെ വളർത്താനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഒക്കെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്താൻ നോക്കുക, അല്ലാതെ തളർത്താൻ നോക്കരുത്. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ആത്മവിശ്വാസമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളും ഒക്കെ വളർന്നു വരും. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ കരുതണം. അതായത് നമ്മൾ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴാണെങ്കിലും ഓരോ സ്കില്ലുകൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അതൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കുക. അങ്ങനെ നമുക്ക് അറിയാത്ത മേഖലകളിൽ അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒറ്റയ്ക്ക് പുറത്തു പോകാനായിട്ടൊക്കെ നല്ല ഭയം കാണും. ഒന്നാമത് തന്നെ പേടികളെ നമ്മൾ ഒഴിവാക്കിയാലേ ഭാഗ്യം നമ്മളെ തേടി വരൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പേടികൾ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് പുറത്തു പോകാനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ പതുക്കെ കുറഞ്ഞ ദൂരത്തേക്കൊക്കെ ഒറ്റയ്ക്കൊന്ന് പോയി ശീലിക്കുക. അങ്ങനെ ആവുമ്പോൾ ദൂരം കൂട്ടി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. നമുക്ക് തനിയെ ആരുടെ സഹായം ഇല്ലാതെ പുറത്തു പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാനുള്ളൊരു കഴിവും കിട്ടും. ഇനി 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ,
നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങൾ. ഇങ്ങനെ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോവിഡ് വന്നു, അല്ലെങ്കിൽ നോട്ട് നിരോധനം വന്നു, ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ തന്നെ ജീവിതം ഹാപ്പിയാകും, ആത്മവിശ്വാസം കൂടും. നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഈ കോവിഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നോട്ട് നിരോധനം നമുക്ക് അത് നിരോധിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം എല്ലാം ചോർന്നു പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും നമ്മളെ ഒന്ന് ബഹുമാനിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടും. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പം തന്നെ മറ്റുള്ളവരെ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ആ ഒരു ശീലം അവരിൽ നമ്മൾ വളർത്തിയെടുക്കുക. ഇങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കുമ്പം തന്നെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന കൂട്ടുകാരെ മാത്രം നമ്മൾ കൂടെ കൂട്ടുക. നെഗറ്റീവ് പറയുന്നവരെ നമുക്ക് പലതവണയാകുമ്പോൾ നമുക്കറിയാമല്ലോ, അവരെ നമ്മൾ പതുക്കെ അവോയ്ഡ് ചെയ്യുക. എത്രയായാലും നമുക്ക് നെഗറ്റീവ് കുറച്ച് കാലം അടുപ്പിച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം എല്ലാം ചോർന്നു പോകും. നമ്മൾ എന്ത് ചെയ്താലും ഒരു നെഗറ്റീവാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു തോന്നലും പോകും. നമുക്ക് എല്ലാ രീതിയിലും കഴിവ് കെട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം തിരഞ്ഞെടുക്കുക. ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനി നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനുള്ള 12ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കേൾക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കുകളെ നമ്മൾ പരിഗണിക്കാതിരിക്കുക. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് പിടിച്ചു പറ്റുകയാണ് അത് ശരിക്കും ചെയ്യുന്നത്. നമ്മളെ ശ്രദ്ധിക്കുന്നവരുടെ അടുത്തും നമുക്ക് എന്തിലാണോ ശ്രദ്ധ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളിടത്തും മാത്രം നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലിസണിങ് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ച് നമ്മുടെ വില കളയരുത്. അപ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം എല്ലാം പോകും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കി ശ്രദ്ധ മാത്രം കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കുകളെ ഒന്നും പേടിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും. നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് നമുക്കും അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു മറ്റുള്ളവരെ ഭയക്കണം? അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ നമ്മെ ഒരു വിശ്വാസം വേണം. ഒരു തീർച്ചയും മൂർച്ചയും വേണമെന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മെ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മളിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പേടികളൊക്കെ ഒഴിവാക്കിയാലേ ശരിക്കും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. ജീവിത വിജയം നേടിയിട്ടുള്ള എല്ലാവരുടെയും ആ ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ നല്ല ആത്മവിശ്വാസമുള്ളവരാണ്, പേടികൾ ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും നല്ല ആത്മവിശ്വാസവും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളായിരിക്കുമ്പം തന്നെ വ്യക്തിത്വ വികസനവും നേടാനുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ എന്നും പറയുന്നത് പോലെ വീഡിയോയ്ക്കൊരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വരും തലമുറയെ നമുക്ക് നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് വളർത്താനായിട്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്താൽ സാധിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ.